എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മാർച്ച് 29 നടക്കുന്ന മഹാശനി മാറ്റം മേടക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. മേടക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് അവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കൂറുകാർ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് 11 ശനിയും 2 വ്യാഴവും എന്ന വളരെ നല്ല ഒരു ഗ്രഹസ്ഥിതിയിലൂടെയാണ്. 2024 ആ വ്യാഴത്തിൻ്റെ ആ പ്രധാനപ്പെട്ട മാറ്റം. അവർക്ക് കുറച്ച് വർഷങ്ങളായിട്ടുള്ള 12 വ്യാഴം, ജന്മവ്യാഴം തുടങ്ങിയ ദോഷങ്ങളൊക്കെ മാറ്റിയായിരുന്നു വ്യാഴത്തിൻ്റെ 2ാം ഭാവത്തിലേക്കുള്ള മാറ്റം. 2023 മുതൽ ശനി അനുകൂല ഭാവമായിട്ടുള്ള 11 സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതാണ് അവരുടെ സമയം. ആ സമയത്തിൻ്റെ ഈ കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ മാസത്തിലെ വ്യാഴത്തിൻ്റെ 4 മാസത്തേക്കുള്ള ഒക്ടോബർ മുതൽ തുടങ്ങി 4 മാസത്തേക്കുള്ള വക്രഗതി അവർക്ക് അനുകൂലമായിരുന്നില്ല. വക്രനിവർത്തി കഴിഞ്ഞ് 2025 ഏകദേശം ഫെബ്രുവരി മാസം ആരംഭം മുതൽക്ക് അവർക്ക് വീണ്ടും ശനിയും വ്യാഴവും അനുകൂല സ്ഥിതിയിൽ തന്നെയാണ്. വ്യാഴം 2 നേർഗതിയിലും ശനി 11 രാജയോഗവും ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ശനിയുടെ 11ാം ഭാവത്തിൽ നിന്ന് 12ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ മാറ്റം. മേടം രാശിയുടെ 12ാം രാശിയായിട്ടുള്ള മീനം രാശിയിലേക്കുള്ള ശനിയുടെ മാറ്റത്തോടുകൂടി ഇവർ 7.5 ശനി എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളൊക്കെ കരുതുന്ന പോലെ വളരെ കാഠിന്യം പിടിച്ചൊരു കാലമല്ല 7.5 ശനി. 7 ശനിയുടെ മധ്യഭാഗം. 7 ശനി എന്ന് പറയുന്നത് നമ്മളുടെ രാശിയുടെ തൊട്ട് മുമ്പുള്ള രാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലവും നമ്മുടെ രാശിയിലൂടെ സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലവും അതിന് ശേഷമുള്ള രാശിയിലും സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലവുമാണ് 7 ശനി എന്ന് പറയുന്നത്. മേടം രാശിയെ സംബന്ധിച്ചിട്ട് മേടത്തിന് മുൻപുള്ള മീനത്തിൽ കൂടിയും പിന്നീട് മേടത്തിൽ കൂടിയും അതിനുശേഷം മേടത്തിന് ശേഷമുള്ള ഇടവത്തിൽ കൂടിയും ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലമുള്ള കാലയളവാണ് 7 ശനി എന്ന് മൊത്തത്തിൽ പറയുന്നത്. അതിൽ മേടത്തിലൂടെ സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലമാണ് ദോഷകാഠിന്യം ഉണ്ടാകുന്നത്. അതിന് മുൻപുള്ള ഘട്ടവും അതിന് ശേഷമുള്ള ഘട്ടവും അല്പം കാഠിന്യം കുറവായിരിക്കും. അപ്പോൾ ഇവർക്ക് ആദ്യഘട്ടമായിട്ടുള്ള മീനം രാശിയിലേക്ക് ശനിയുടെ മാറ്റമാണ് 2025 മാർച്ച് 29. അങ്ങനെ 2025 മാർച്ച് 29 മേടം രാശിക്കാർക്ക് 7 ശനിയുടെ ആരംഭം. എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ 2 സ്ഥിതി അനുകൂലമായതുകൊണ്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഇവരെ 7 ശനിയുടെ ദോഷങ്ങൾ ഒട്ടും ബാധിക്കില്ല. ഏകദേശം 2025 ജൂൺ മാസം അവസാനിക്കുന്നവരെ കാര്യമായ ഒരു ദോഷാനുഭവങ്ങളും 7 ശനിയുടെ ഉണ്ടാവില്ല. എങ്കിൽ പോലും അഥവാ അടുത്ത വ്യാഴമാറ്റം അത്ര പ്രതികൂലമാണെങ്കിൽ കൂടി 7 ശനിയുടെ ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ രാശിക്കാർക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അങ്ങനെ തോന്നുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ദോഷം കുറഞ്ഞ ഒരു ഘട്ടം ആദ്യ ഭാഗമാണ് 7 ശനിയുടെ. മധ്യഭാഗം അല്പം രൂക്ഷത കൂടിയിട്ടുള്ള ഫലങ്ങൾ. ആ ജന്മശനി, നമ്മുടെ ജനിച്ച അതേ രാശിയിൽ ശനി 30 വർഷത്തിന് ശേഷം വീണ്ടും വരുന്ന സമയമാണ് ജന്മശനി. അതല്പം കാഠിന്യം കൂടിയ സമയമായിരിക്കും. ഈ ശനിമാറ്റം ആരംഭിക്കുമ്പോൾ വ്യാഴം 2 എന്ന ഭാവത്തിൽ നിൽക്കുന്നു. അത് ശനിമാറ്റം മാർച്ച് 29 ഏപ്രിൽ മെയ് 15 വ്യാഴമാറ്റം വരുന്നതെങ്കിൽ പോലും ഒരു ഏപ്രിൽ മെയ് ജൂൺ കൂടെ അതിൽ കൂട്ടാം. അത്രയും മാസങ്ങൾ, ഏകദേശം ആദ്യത്തെ 3 മാസങ്ങൾ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം എഫക്റ്റിൽ വരുമ്പോൾ ജൂൺ അവസാനത്തോടെ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അത്രയും മാസങ്ങൾ അനുകൂലം തന്നെയാണ്. പിന്നീട് ഇവർക്ക് വ്യാഴം 3ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 3 വ്യാഴം അത്ര അനുകൂലമായ ഒരു സ്ഥിതിയല്ല മേടം രാശിക്കാരെ സംബന്ധിച്ച്. അപ്പോൾ 2025 മെയ് 15 വ്യാഴത്തിൻ്റെ മാറ്റം. എങ്കിലും അതിൻ്റെ എഫക്റ്റ് കുറച്ച് വൈകിയായിരിക്കും കിട്ടി തുടങ്ങുന്നത്. അങ്ങനെയുള്ള ആ മാറ്റം ഇവർക്ക് അത്ര നല്ലതല്ല. ആ സമയത്താണ് 7 ശനിയുടെ ദോഷങ്ങൾ ഇവരെ കുറേശ്ശെയായിട്ട് ബാധിച്ചു തുടങ്ങുന്നത്. 7 ശനി പൊതുവിൽ ബാധിക്കുന്ന ഒരു ഏരിയ ഇവരുടെ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക, ചുമതലകൾ വർദ്ധിക്കുക, ജോലി സ്ഥലത്തും അതുപോലെ തന്നെ വീട്ടിലും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് അല്പം കുറയുക, നമുക്ക് മതിയായ വിശ്രമം കിട്ടാതെ വരിക, ഉറക്കത്തിന് കുറവ് വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ വരും. ഇതൊക്കെ കൃത്യമായി പോകുന്ന വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ടെൻഷൻ വരുന്നതിന് സാധ്യതകൾ കുറവാണ്. ഇത് എല്ലാം കൃത്യമായി
അപ്പോൾ പോകുന്നതിന് കുറച്ച് ഇൻട്രപ്ഷൻസ്, കുറച്ച് തടസ്സങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരാരംഭം. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് ലോഡ് കൂടുന്നതായിട്ട്, ഏഴരശ്ശനി ആരംഭിക്കുമ്പോൾ വർക്ക് ലോഡ് കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയോ കുടുംബത്തെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതായി ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമുക്കൊരു പ്രഷർ, അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രഷർ വരുന്നതിനുള്ള സാധ്യതകൾ ആണ് അവിടെ ഉള്ളത്. കാരണം നമ്മളത് തുടക്കത്തിൽ തന്നെ നമ്മുടെ നിയന്ത്രണത്തിലാക്കിയില്ലെങ്കിൽ അത് നമുക്കൊരു സ്ട്രെസ്സായിട്ട് വരും. അപ്പോൾ നമ്മൾ തൊഴിലിടത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാതെ സമയത്തിൻ്റെയാണ്. നമ്മൾ അപ്പോൾ തന്നെ അത് എങ്ങനെ സമർത്ഥമായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. ഉദാഹരണത്തിന് അല്പം നേരത്തെ ഓഫീസിൽ പോവുക, അല്ലെങ്കിൽ നമ്മുടെ തലേദിവസം ഒരു നാളത്തെ ദിവസത്തെ പറ്റിയൊരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫീസിൽ ചെയ്യുക. അതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അവിടെയും നമ്മളൊരു ഹോംവർക്ക് ചെയ്ത് വെക്കണം. എങ്ങനെ അത് ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യാമെന്ന് ഒരു വ്യക്തമായ ഹോംവർക്ക് ഏഴരശ്ശനി ആരംഭിച്ച ശേഷം നമ്മുടെ ദിനചര്യകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ തൊഴിൽ ഇടത്തിലെ കാര്യങ്ങൾക്കും അതുപോലെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുന്നതിനെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ഒരു പ്ലാൻ ഉണ്ടാക്കി നേരത്തെ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ വലിയൊരു ഭാഗം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. മറ്റൊരു ഭാഗം നമുക്ക് പരിഹാരങ്ങളിലൂടെയും കുറയ്ക്കാൻ വേണ്ടി കഴിയും. ഇതിനെ നമ്മൾ അറിഞ്ഞിട്ട് കണ്ടയ്ക്കുന്നതിനേക്കാൾ നല്ലത്, അറിഞ്ഞ് ഇതൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിതിനെ മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുകയാണ് ശരിയായ രീതി ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഇത്തരം വീഡിയോസ് നേരത്തെ തന്നെ പറയുന്നത്. ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക, ഭയപ്പെടാതെ ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിലേക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ അല്പം ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നമുക്ക് അല്പം ആശ്വാസമുണ്ട്. കാരണം വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിരീകരണം ഒരു ദോഷങ്ങൾ നമ്മളെ ബാധിക്കില്ല. എന്നാൽ ജൂണോടുകൂടി വ്യാഴത്തിൻ്റെ 3ലേക്കുള്ള മാറ്റത്തോടുകൂടി ഈ രാശിക്കാർക്ക് അല്പം വർക്ക് ലോഡും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുന്നതായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ ഭാഗമായിട്ട് സമ്മർദ്ദം, ഉറക്കം കുറയുക, ടെൻഷനൊക്കെ ആരംഭിക്കുന്നതായിട്ടൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യമാണ് മനസ്സിൻ്റെ ആരോഗ്യം. നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വ്യായാമം, അതുപോലെ തന്നെ നമ്മുടെ വിനോദങ്ങൾക്കുള്ള സമയമൊക്കെ നമ്മൾ എത്ര തിരക്കുള്ള ഷെഡ്യൂളിലും ഒരു അല്പസമയമെങ്കിലും അതിനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുന്നതും നമുക്ക് നമ്മുടെ ഒരു ഡിപ്രഷനും ഫ്രസ്ട്രേഷനും ഒന്നും ഉണ്ടാകാതെ മുമ്പോട്ട് പോകുന്നതിന് ഈ ഒരു കാലം മുഴുവൻ, ഏഴരശ്ശനി ആദ്യ ഭാഗം മാത്രമല്ല ഇനിയുള്ള മുഴുവൻ പാദങ്ങൾക്കും നമുക്ക് സഹായമാകും. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ, അവരവരുടെ ആരാധന, ഹിന്ദുക്കൾക്ക് ക്ഷേത്ര ദർശനം, അല്ലാത്തവർക്ക് അവരുടെ രീതിയിലുള്ള ആചാരങ്ങൾ വെച്ചിട്ടുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ കൃത്യമായ ഇടവേളകളിൽ മുടങ്ങാതെ എത്ര ഷെഡ്യൂൾ ഉണ്ടെങ്കിലും നമ്മൾ ഇത്തിരി എന്താ അതിനുവേണ്ടി മെനക്കെട്ട് അത് ചെയ്യുക എന്നും അത് ഈ ഘട്ടം മുഴുവനും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഈ രാശിക്കാർക്ക് തീർച്ചയായിട്ടും കഴിയണം. കാരണം അത് പ്രത്യേകിച്ച് ജന്മശനി വരുന്ന സമയങ്ങളിലൊക്കെ അത് വളരെ പ്രധാനമാണ് ക്ഷേത്ര ദർശനം. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഘട്ടം മുഴുവനും ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ശനിയുടെ ഒരു മാറ്റം നമ്മൾ ബാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ബന്ധങ്ങളൊക്കെ, പ്രത്യേകിച്ച് 2026 വ്യാഴത്തിൻ്റെ മാറ്റം, ജൂൺ മാസം 25-ാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റം 4ാം ഭാവത്തിലെ കേന്ദ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ, വ്യക്തിബന്ധങ്ങളൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 2026 മധ്യഭാഗത്തോടുകൂടി 27 മധ്യഭാഗം വരെയുള്ള സമയത്ത് നമ്മുടെ ഏഴരശ്ശനിയുടെ ഏഴരശ്ശനിയുടെ ആദ്യ ഭാഗത്തിൻ്റെ ഏകദേശം മധ്യഭാഗമായിരിക്കും അത്. ആ സമയത്ത് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ 2026 പകുതിയോടുകൂടി ബന്ധങ്ങളിലും, കുടുംബജീവിതത്തിലെ ബന്ധങ്ങളിലും, വ്യക്തിബന്ധങ്ങളിലും, കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധങ്ങളിലൊക്കെ വിള്ളലുകളുണ്ടാവാനും, ഈ ഏഴരശ്ശനിയിലൊക്കെയാണ് പൊതുവിൽ വിവാഹിതരായ ആൾക്കാരൊക്കെ പിരിയുന്നതും അതുപോലെ തന്നെ ഡിവോഴ്സ് കിട്ടുന്നതൊക്കെ സമയങ്ങൾ എല്ലാവർക്കും അങ്ങനെ വരുമെന്നല്ല, അങ്ങനെ കൂടുതലും കണ്ടുവരുന്ന ഈ സമയങ്ങളിലൊക്കെയാണ് പിരിയലുണ്ടാകുന്നത്. അതിൻ്റെ കാരണം ഈ പ്രശ്നങ്ങളുടെ ആധിക്യം കൊണ്ടിട്ട് ഉള്ള സമ്മർദ്ദങ്ങളും ഉത്തരവാദിത്തങ്ങൾ തമ്മിലുള്ള പഴിചാരലൊക്കെയാണ് അതിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പം മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുക, ബന്ധങ്ങൾക്ക് ആവശ്യമായ സമയം കൊടുക്കാനും സഹിഷ്ണുത കാണിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ 2026 മധ്യഭാഗത്തിൽ അത്തരം പ്രതിസന്ധികൾക്കൊക്കെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അത്തരം സമീപനങ്ങൾ കൈക്കൊള്ളാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതൊരു ഈ ഏഴരശ്ശനി എന്ന് പറയുന്ന ഘട്ടം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒക്കെ കാലം കൂടിയാണ് ഏഴരശ്ശനി. നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്നൊരു വ്യക്തിയാണ്. എപ്പോഴും ഈശ്വരനെ പറ്റി ചിന്തിക്കുന്നതും അതിനെപ്പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളിലും സത്യാന്വേഷണങ്ങളിലും സ്വയം മനസ്സിലാക്കുന്നതിലൊക്കെ പോകുന്നത്, അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ പോകുന്നൊരു വ്യക്തിയാണ്.
കേതു ഉദാഹരണം കേതു മോക്ഷകാരനാണ്. കേതുദശയിലാണ് കൂടുതൽ ദുരിതങ്ങളും മോക്ഷത്തിന് കാരണമാവുന്ന തിരിച്ചറിവൊക്കെ ഉണ്ടാകുന്നത് പോലെ ഏഴരശനിയിലും അതുപോലെ തന്നെ ഇതൊരു ആത്മീയമായൊരു അവസരം കൂടിയാണ്. ഏഴരശനി സ്വയം ഇമ്പ്രൂവ് ആകുന്നതിന്, ഒരു നല്ല മികച്ച വ്യക്തിയായിട്ട് മാറുന്നതിന് സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏഴരശനി. നമ്മൾ ഭയപ്പെടുന്ന പോലെ ഒരു നമ്മൾ പേടിച്ചരണ്ട് പോകേണ്ട ഒരു അവസ്ഥയല്ല. ഇതൊരു നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന കുറച്ച് വസ്തുതകളൊക്കെ. ശനി ഈസ് എ ടീച്ചർ എന്നാണ് പറയുന്നത്. ശനി ഒരു മികച്ച അധ്യാപകനാണ്. നമ്മൾ പലതും മനസ്സിലാക്കി തരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഏഴരശനി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 2025 ആദ്യത്തെ കുറച്ച് മാസങ്ങൾ 2-ലും പിന്നീട് അത് 3 എന്ന ഭാവത്തിൽ 2025 മെയ് 15 മുതൽക്ക് 3 എന്ന ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു. അതിനുശേഷം അടുത്ത വർഷം 2026 ജൂൺ മാസത്തിൽ 4 എന്ന ഭാവത്തിലേക്കും 2027 ജൂൺ 26 5 എന്ന ഭാവത്തിലേക്കും വ്യാഴം പോകും. 5 എന്ന ഭാവത്തിലേക്ക് 2027 പോകുമ്പോൾ 27 അവസാനത്തെ പകുതിയും 28 കുറച്ച് മാസങ്ങളും നല്ല അനുഭവങ്ങളായിരിക്കും. ആ ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല രീതിയിൽ, അതുപോലെ തുടക്കത്തിലെ കുറച്ച് മാസങ്ങളും അവസാനത്തെ കുറച്ച് മാസങ്ങളും വളരെ നല്ല ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് 4-ലേക്ക് വ്യാഴം പോകുമ്പോഴും 3-ലേക്ക് പോകുമ്പോഴും അല്പം അരിഷ്ടതകൾ ഈ രാശിക്കാർക്ക് സാധ്യതയുണ്ട്. ഇതിൻ്റെ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശനി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. കേരളത്തിൽ ശനി ക്ഷേത്രങ്ങൾ കുറവാണ്. അതിൻ്റെ നമ്മുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നൊക്കെ ആയിരിക്കും ശനിക്ഷേത്രങ്ങൾ കൂടുതൽ കാണുന്നത്. നമ്മൾ കേരളീയ സമ്പ്രദായ പ്രകാരം ശാസ്താപ്രീതിയാണ് വരുത്തുന്നത്. ശാസ്താപ്രീതി വരുത്തുക, ശാസ്താവിന് നെയ്വിളക്ക്, നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ ശിവപ്രീതി, ശിവന് പിൻവിളക്ക്, ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ. അതുപോലെ ഹനുമാൻ പ്രീതി വരുത്തുക. ഇതൊക്കെ ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് ഈ ഒരു പ്രതികൂലതയെ നേരിടുന്നതിനുള്ള മികച്ച മാർഗങ്ങളാണ്. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ചൊല്ലുക അല്ലെങ്കിൽ ശ്രവിക്കുക. ശാസ്താവിന് നീരാഞ്ജനവും നെയ്വിളക്കും. കഴിയുന്ന ഈ ഒരു ഘട്ടം, ഏഴരശനിയുടെ മുഴുവൻ ഈ 3 ഘട്ടങ്ങളിലും കഴിയുന്ന ശനിയാഴ്ചകളൊക്കെ നേരിട്ട് പോയി ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഈ ദോഷകാഠിന്യം വളരെയധികം കുറയും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ പതറി നിൽക്കാതെ കാര്യങ്ങൾ എല്ലാ ദിവസവും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നൊരു പ്ലാൻ ഉണ്ടാക്കി പോകുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി നമ്മളിതിനെ നോക്കി പകച്ചു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് വരുന്ന പ്രതികൂല ഫലങ്ങളൊന്നും വരില്ല. അവർക്ക് ഈ ദോഷങ്ങൾ, ഈ പരിഹാരങ്ങളും ചെയ്ത് ദിനചര്യകളിലും അവരുടെ കുറച്ച് അച്ചടക്കമുള്ള ജീവിത രീതിയൊക്കെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു മികച്ച ഒരു ഒരു സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിൻ്റെ സമയം കൂടി ആയിരിക്കും ഈ സമയമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഭയപ്പെടുന്ന പോലെ ഒന്നല്ല, ഏറ്റവും രൂക്ഷത കുറഞ്ഞ ഒരു ഘട്ടം തന്നെയാണ് ഏഴരശനിയുടെ ആദ്യഘട്ടം മേടം രാശിക്കാർക്ക്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കൂടെ പോകാനുള്ള എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.